അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വെസ് കാർണേജിൻ്റെ പാർട്ട് 4ലേക്ക് പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് മുമ്പുള്ള പാർട്ട് 1ഉം 2ഉം 3യും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്കെല്ലാം ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അവിടെയുള്ള മാനസിക രോഗികളുടെ മുന്നിൽ വെച്ച് ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച് കാർണേജ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള സകല മെൻ്റൽ ഹോസ്പിറ്റലുകളിലും ചെന്ന് എല്ലാ ഡോക്ടർമാരെയും അവിടെയുള്ള ആളുകളെയും കൊല്ലാനാണ് ഇപ്പോൾ കാർണേജിൻ്റെ ലക്ഷ്യം. മാത്രമല്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെഡ്പൂളിനോട് നേരത്തെ ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ളയിടത്ത് നമ്മളെ ലോകം അഥവാ പ്രപഞ്ചം തന്നെ എത്തിക്കുമെന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യരുതാത്തതെന്നും പ്രപഞ്ചം അഥവാ ലോകം തന്നെ പല രീതിയിൽ നമ്മൾക്ക് കാണിച്ച് പറഞ്ഞു തരുമെന്നൊക്കെ ഡെഡ്പൂൾ എപ്പോഴും പറയാറുള്ളത് കാർണേജ് ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രിക്കാനും നയിക്കാനും ഡെഡ്പൂൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും പവർ ശരിക്കുമുണ്ടോ എന്ന് ഡോക്ടർമാരോട് ചോദിച്ച് ആ ഡോക്ടർമാരെ എല്ലാം ഇപ്പോൾ കാർണേജ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാർണേജിനിട്ട് അവിടെയുള്ള ജനാലയുടെ പുറത്തു നിന്നും വെടിയേറ്റ് കാർണേജിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ വെടിയേറ്റ് വേദനിച്ചിരിക്കുന്ന കാർണേജിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സ്ട്രീക്ക് ഓടിച്ചെന്നതും അപ്പോൾ തന്നെ കാർണേജ് തന്നെ വെടിവെച്ചത് ആരാണെന്ന് തനിക്കറിയാമെന്നും ഇതാ ഡെഡ്പൂളാണ് ചെയ്തതെന്നും അവനിപ്പോൾ ജീവനോടെ ഉണ്ടെന്നും സ്ട്രീക്കിനോട് പറഞ്ഞ് അവിടെയുള്ള ജനാലയുടെ പുറത്തേക്ക് നോക്കിയിട്ട് മറിഞ്ഞിരിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ മുന്നിൽ വന്ന് തന്നോട് ഫൈറ്റ് ചെയ്യുവാൻ കാർണേജ് ഉറക്കെ വിളിച്ചു പറഞ്ഞതും അപ്പോൾ തന്നെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് 4 സിംബയോട്ടുകൾ ദേഹത്തുള്ള നമ്മുടെ ഡെഡ്പൂള് തൻ്റെ അടുത്തുള്ള മെർക്കുറി ടീമിലെ ആ പട്ടിയെ കാർണേജിൻ്റെ അടുത്തേക്ക് അയച്ച് കാർണേജിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ തൻ്റെ നേരെ വന്ന ആ പട്ടിയെ കാർണേജ് എടുത്ത് വലിച്ചെറിയുന്നു. മാത്രമല്ല ഇപ്പോൾ ആ മെർക്കുറി ടീമിലെ ആ പട്ടിയുടെ ശരീരത്തിൽ ഒരു സിംബയോട്ടുള്ളത് കണ്ട് കാർണേജ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാർണേജിനെ വളരെ വേഗത്തിലും ഭയങ്കര പവറിലും നമ്മുടെ ഡെഡ്പൂൾ അറ്റാക്ക് ചെയ്യുകയാണ്. ഡെഡ്പൂളിൻ്റെ അറ്റാക്ക് ഒന്നും തടയുവാൻ ഇപ്പോൾ കാർണേജിന് സാധിക്കുന്നില്ല. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ആ 4 സിംബയോട്ടുകൾ ഡെഡ്പൂളിൻ്റെ ദേഹത്തുള്ളതുകൊണ്ട് അവറ്റകളുടെ പവർ ഉപയോഗിച്ചാണ് ഡെഡ്പൂൾ ഇപ്പോൾ കാർണേജിനെ അറ്റാക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഡെഡ്പൂൾ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർത്ത് ഞെട്ടി നിൽക്കുന്ന സ്ട്രീക്കിൻ്റെ നേരെ ഇപ്പോൾ മറ്റേ പട്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടിയതും അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രീക്ക് തൻ്റെ സോണിക് ബ്ലാസ്റ്റ് ഉപയോഗിച്ച് ആ പട്ടിയെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയതും പെട്ടെന്ന് ആ പട്ടി നമ്മുടെ കാർണേജിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് സ്ട്രീക്കിനോട് ചോദിച്ചതും തൻ്റെ അറ്റാക്കേറ്റ് തൻ്റെ മുന്നിൽ വീണ് കിടക്കുന്നത് തൻ്റെ കാമുകനായ കാർണേജ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഭയങ്കരമായി പേടിച്ച് വളരെ സങ്കടത്തോടെ കരയാൻ വേണ്ടി സ്ട്രീക്ക് തുടങ്ങിയതും അപ്പോൾ തന്നെ നമ്മുടെ ഒറിജിനൽ കാർണേജ് വന്നിട്ട് ഈ പട്ടിയുടെ ദേഹത്തുള്ള സിംബയോട്ടിന് രൂപം മാറുവാൻ സാധിക്കുമെന്ന് സ്ട്രീക്കിനോട് പറഞ്ഞ് സ്ട്രീക്കിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ശരിക്കും തൻ്റെ കാമുകനായ കാർണേജിനെയായിരുന്നു ആ സിംബയോട്ടിന് പകരം താൻ അറ്റാക്ക് ചെയ്തിരുന്നുവെങ്കിൽ തൻ്റെ കാമുകനായ കാർണേജിന് ചിലപ്പോൾ താൻ കാരണം പരിക്ക് പറ്റുമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിൽക്കുന്നത് തൻ്റെ കാമുകനായ കാർണേജിന് അപകടമാണെന്നൊക്കെ പറഞ്ഞ് സ്ട്രീക്ക് അവിടെ നിന്ന് എങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ സ്ട്രീക്കിനെ തിരിച്ചു കൊണ്ടുവരാനായി കാർണേജ് അവിടെ നിന്ന് പോകുവാനായി തുടങ്ങിയതും മറ്റേ പട്ടി വീണ് കിടക്കുന്നിടത്തുനിന്നും ഡെഡ്പൂളിൻ്റെ ശബ്ദം കേട്ട് കാർണേജ് പോകാതെ തിരിഞ്ഞു നോക്കിയതും ആ പട്ടി കിടക്കുന്ന സ്ഥലത്ത് ആ പട്ടിക്ക് പകരം നമ്മുടെ ഡെഡ്പൂൾ കിടക്കുന്നത് കണ്ട് കാർണേജ് ഞെട്ടിപ്പോവുകയാണ്. അന്നേരം തന്നെ കാർണേജിന് ഈ ഡെഡ്പൂളാണ് മറ്റേ പട്ടിയുടെ രൂപത്തിൽ വന്ന് സ്ട്രീക്കിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതെന്നും അവളുടെ അറ്റാക്ക് ഏറ്റ് വീണത് ശരിക്കും ഡെഡ്പൂൾ ആയിരുന്നുവെന്നും ഡെഡ്പൂൾ ഇതെല്ലാം ചെയ്തത് സ്ട്രീക്കിനെ മാനസികമായി തളർത്തി ഇവിടെ നിന്ന് ഓടിക്കാനായിരുന്നുവെന്നും കാർണേജിന് മനസ്സിലാകുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ 4 സിംബയോട്ടുകൾ ദേഹത്തുള്ള ഡെഡ്പൂളും പിന്നെ നമ്മുടെ കാർണേജും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൽ ഡെഡ്പൂളിനെ എത്ര ശ്രമിച്ചിട്ടും തോൽപ്പിക്കുവാൻ കാർണേജിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഡെഡ്പൂളിൻ്റെ മുന്നിൽ തോൽക്കുവാൻ കാർണേജും തയ്യാറാകുന്നില്ല. പക്ഷേ ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഈ കാർണേജ് നമ്മുടെ ഡെഡ്പൂളിനെ ചെറുതായി വീഴ്ത്തിയിട്ട് തൻ്റെ കാമുകിയായ സ്ട്രീക്കിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഡെഡ്പൂൾ കാർണേജിനെ വിടുന്നില്ല. കാർണേജ് സ്ട്രീക്കിനെ അന്വേഷിച്ചായിരിക്കും പോയിരിക്കുന്നതെന്ന് മനസ്സിലായ ഡെഡ്പൂൾ കാർണേജ് കണ്ടെത്തുന്നതിന് മുമ്പ് സ്ട്രീക്കിനെ കണ്ടെത്തിയിട്ട് തൻ്റെ കയ്യിലുള്ള രൂപം മാറുവാൻ സാധിക്കുന്ന സിംബയോട്ടിനെ ഉപയോഗിച്ച് സ്ട്രീക്കിൻ്റെ രൂപം ഡെഡ്പൂളിൻ്റേതുപോലെയാക്കി ഡെഡ്പൂൾ മാറ്റുകയാണ്. എന്നിട്ട് ഡെഡ്പൂൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇതേസമയം ഇതൊന്നും അറിയാതെ അവിടെ വന്ന കാർണേജ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഡെഡ്പൂൾ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഡെഡ്പൂളിൻ്റെ രൂപത്തിലുള്ള സ്ട്രീക്കിനെ കാർണേജ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ പിന്നീടാണ് താൻ അറ്റാക്ക് ചെയ്തത് തൻ്റെ കാമുകിയായ സ്ട്രീക്കിനെയാണെന്ന് കാർണേജ് തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ കാർണേജ് ഭയങ്കര സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ മാനസികമായി തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാർണേജിനെ കണ്ട് കാർണേജിനെ മാനസികമായി തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ ഡെഡ്പൂൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ കാർണേജിനെ മാനസികമായി തോൽപ്പിച്ച് തകർക്കുവാനാണ് കാർണേജിന് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ കാമുകിയായ സ്ട്രീക്കിനെ തൻ്റെ രൂപത്തിലേക്ക് ഡെഡ്പൂൾ മാറ്റിയിട്ട് കാർണേജിനെ കൊണ്ട് തന്നെ സ്ട്രീക്കിനെ അറ്റാക്ക് ചെയ്തതും.
അങ്ങനെ മാനസികമായി കാർണേജിനെ നമ്മുടെ ഡെഡ്പൂൾ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പോൾ തൻ്റെ കാമുകിയായ ഷ്രീക്കിനെ പരിക്കേൽപ്പിച്ചതിൻ്റെ കുറ്റബോധത്തിൽ നമ്മുടെ കാർണേജ് സ്വയം കുറച്ചുനാൾ ജയിലിൽ കിടക്കുവാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ജയിലിൽ കിടക്കുന്ന സമയത്തും താൻ കുറ്റബോധമൊക്കെ മാറ്റി തിരിച്ചിറങ്ങിയിട്ട് ആ ഡെഡ്പൂളിനെ കൊന്നുകളയുമെന്ന് കാർണേജ് മനസ്സിൽ തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഫൈറ്റെല്ലാം അവസാനിച്ചതുകൊണ്ട് തൻ്റെ ഇവിടുത്തെ ജോലികളെല്ലാം തീർന്നുവെന്നും കാർണേജിനെ മാനസികമായി താൻ തോൽപ്പിച്ച് തകർത്തുവെന്നും പക്ഷേ കാർണേജിനെ പോലെയുള്ള ദുഷ്ടന്മാരെ ഇനിയും ഈ ലോകത്തുണ്ടെന്നും അവരെല്ലാം തനിക്ക് തോൽപ്പിക്കണമെന്നൊക്കെ ആ മെർക്കുറി ടീമിലെ ആ പട്ടിയോട് പറഞ്ഞിട്ട് ആ പട്ടിയോട് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 4 സിംബയോട്ടുകളെ ഞാൻ നിനക്ക് തിരിച്ചു തന്നിട്ടുണ്ടെന്നും ആ സിംബയോട്ടുകളെ എല്ലാം ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് നീ തിരിച്ചെത്തിക്കണമെന്നും എനിക്ക് നിന്നെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ എനിക്ക് നിന്നെ നോക്കുവാൻ സമയം കിട്ടില്ല എന്നും ഡെഡ്പൂൾ ആ പട്ടിയോട് പറഞ്ഞ് അവിടുന്ന് കാർണേജിനെ പോലെയുള്ള സൈക്കോകളെ തോൽപ്പിക്കുവാനായി ഡെഡ്പൂൾ പോവുകയാണ്.